Hi cool moms and dads, welcome to Mama Cool. ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്തി ആൻഡ് യമ്മി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇത് കുട്ടികളെല്ലാവരും ഇഷ്ടപ്പെടും. എൻ്റെ മോനൊക്കെ ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ കൊടുക്കാറുണ്ട്. നല്ലൊരു ട്രാവൽ ഫുഡാണ്. എൻ്റെ ചെറിയ മോനും അതെ മൂത്ത മോനും അതെ, അതായത് ആച്ചുവിനും അതെ പാച്ചുവിനും അതെ, രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. അതുപോലെ നിറയെ പ്രോട്ടീൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, അങ്ങനെ ഒരു നല്ല ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ട്രാവലിങ്ങിന് പോകുമ്പോഴാണ് എല്ലാവർക്കും ഏറ്റവും കൺഫ്യൂഷൻ. നമ്മൾ കുട്ടികൾക്ക് എന്ത് ക്യാരി ചെയ്യും, എന്ത് കൊണ്ടുപോകും, എന്ത് കൊടുക്കും, എപ്പോഴും ഒരേ ഫുഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അപ്പോൾ എങ്ങനെയൊക്കെ നല്ല വെറൈറ്റി ഫുഡ് കൊടുക്കാം എന്നൊക്കെ ഉള്ളത് എപ്പോഴും നമ്മുടെ ചാനലിൽ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു നല്ല സ്നാക്കാണ് ഈ റോസ്റ്റഡ് മക്കാന. അപ്പോൾ ഇതിന് ഫോക്സ് നട്ടെന്നും അതുപോലെ ലില്ലി സീഡ്, ശരിക്കും ലില്ലി സീഡാണ്, ലില്ലി സീഡെന്നും ഫോക്സ് നട്ടെന്നും ഒക്കെ പറയും. നമ്മുടെ അടുത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും മിക്കവാറും വാങ്ങാൻ കിട്ടും. ഇനി സൂപ്പർ മാർക്കറ്റിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. നല്ല ഈസി ആയിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം ഇതുകൊണ്ടുള്ള റെസിപ്പീസ് എല്ലാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റോസ്റ്റഡ് മക്കാന എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇനി വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇത് രണ്ടും ചെയ്താലും ഞാനിപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പാക്കറ്റിലായിട്ട് മക്കാന വാങ്ങാൻ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇത് നമുക്ക് മിക്ക സൂപ്പർ മാർക്കറ്റിലും, ഇവിടെയൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലില്ലിയുടെ സീഡാണ്, വാട്ടർ ലില്ലിയുടെ സീഡാണ്. അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി നമ്മൾ മക്കാന വാങ്ങുമ്പോൾ എപ്പോഴും അൺസോൾട്ടഡ് ആയിട്ടുള്ള മക്കാന വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാത്ത മക്കാന എപ്പോഴും ഇതുപോലെ കുറച്ച് കട്ടിയായിരിക്കും. പിന്നെ നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് വളരെ സോഫ്റ്റ് ആകും. കുട്ടികൾ വായിലിടുമ്പോൾ തന്നെ നന്നായിട്ട് അലിഞ്ഞു പൊക്കോളും. പിന്നെ 10 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ 10 മാസത്തിനുള്ള മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ ബോൾസ് ആയിട്ട് കൊടുക്കരുത്. എപ്പോഴും കൈകൊണ്ട് പൊട്ടിച്ചിട്ടേ കൊടുക്കാവുള്ളൂ. ഒരു 1-1.5-2 വയസ്സായ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ബോൾസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അവർക്ക് നന്നായിട്ട് കടിച്ച് തിന്നാൻ പറ്റും. അല്ലാത്ത കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഓരോ പീസായിട്ട് മുറിച്ചേ കൊടുക്കാവുള്ളൂ. ഇനി മക്കാന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് ഈ ചൂടായ പാനിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ മക്കാന നമ്മൾ നെയ്യിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ പോഷകങ്ങളും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാകും. പിന്നെ നമ്മൾ ഈ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ മക്കാന നമ്മൾ വറുത്തെടുത്ത് കഴിയുമ്പോൾ അവസാനം അതുപോലെ നെയ്യ് പോലെ ഒരു കോട്ടിങ് പോലെയൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഒട്ടും അറിയാൻ പറ്റില്ല. നമ്മുടെ പോപ്കോൺ ഇല്ലേ, പോപ്കോൺ ഉണ്ടാക്കുന്ന പോലെ തന്നെയായിരിക്കും മക്കാന നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുന്നത്. അത്ര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ 1 സ്പൂൺ നിറയെ നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ മക്കാന ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇത് 5 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടും. പിന്നെ ഇതെപ്പോഴും സിമ്മിലിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം എൻ്റെ മോൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഉപ്പ് ഇടാറില്ല. പിന്നെ 1 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ കുട്ടിക്ക് മാത്രം ആവശ്യത്തിന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഉപ്പും മസാലയൊക്കെ ഇട്ട് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഡിഫറെൻറ്റ് ടേസ്റ്റിലും ഡിഫറെൻറ്റ് വെറൈറ്റിയിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്ക് പലതരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് മക്കാന ഇട്ട് കൊടുക്കാം. ഞാൻ ആ ഒരു നേരത്തെ കാണിച്ച ഒരു ബൗളിൽ അത്ര മക്കാന എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ നമ്മൾ ട്രാവലിങ്ങിനൊക്കെ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കുക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി. ഈ മക്കാന ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ എല്ലാ മക്കാനയും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. പിന്നെ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കറുത്തു പോകും. പിന്നെ പോപ്കോൺ പോലെ തന്നെ നമ്മൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയി വരും. നമ്മൾ ഇടയ്ക്ക് ഒന്ന് എടുത്ത് കടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അകം വരെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മക്കാന വെന്തു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വേവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ കയ്യിലെടുത്തൊന്ന് നന്നായിട്ട് മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിപ്പോരും രണ്ടായിട്ട്. ഞാൻ നേരത്തെ മക്കാന വേവിക്കാത്ത മക്കാന കാണിച്ചു തന്നപ്പോൾ നമുക്കത് പൊട്ടിക്കാനും അതുപോലെ നമ്മളിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ അത് ഞെങ്ങാനും ഒക്കെ നല്ല ഇതായിരുന്നു, നല്ല കട്ടിയായിരുന്നു. പിന്നെ ഇത് വറുത്ത് വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം നിങ്ങൾ അതിൻ്റെ പാകം നോക്കിയാൽ മതി. ഒന്നിൽ കഴിച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ മുറിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ഫ്രൈ ആകാൻ ശ്രദ്ധിക്കണം, എന്നാലേ അവർക്കത് വായിലിടുമ്പോൾ തന്നെ നല്ല അലിഞ്ഞു പോകുന്ന പോലെ കഴിക്കാൻ പറ്റുള്ളൂ.
ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പം മഖാന ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ മഖാന നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടായി കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ഇതാ ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിക്കുമ്പോൾ നല്ല പെട്ടെന്ന് പൊട്ടിപ്പോരും. കണ്ടോ, ഇങ്ങനെ 2 കഷ്ണമായിട്ട് പൊട്ടിപ്പോരും. അപ്പം നമുക്ക് നോക്കാനും പറ്റും അകം വെന്തിട്ടുണ്ടോന്നും. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് കുക്കായെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ കുക്ക് ചെയ്ത മഖാന കണ്ടത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോരും. ഇത് കുട്ടികൾ വായിലിട്ടാൽ തന്നെ നന്നായിട്ട് അലിഞ്ഞും പോകും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെറിയ പീസായിട്ട് മാത്രം കുട്ടികൾക്ക് കൊടുക്കുക. ഇതുപോലെ വലിയ ബോൾസ് ആയിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും മഖാന റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കുറച്ച് വലിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ നമുക്കാണെങ്കിൽ പലതരം മസാലകൾ മിക്സ് ചെയ്തുണ്ടാക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് ആവശ്യമുള്ള കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് മാറ്റിയിട്ട് പിന്നെ അതിനകത്ത് ഉപ്പും മസാലയൊക്കെ ആഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് വെറൈറ്റിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.